ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NRA നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി, ദേശീയ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയെ പറ്റിയും അതുപോലെ തന്നെ അവർ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന CET കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിനെയും പറ്റിയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇന്നലെ മുതൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതിനെപ്പറ്റി തന്നെയായിരിക്കും, ഈ ഒരു കാര്യത്തെപ്പറ്റി തന്നെയായിരിക്കും അല്ലേ. ദേശീയ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി രൂപീകരിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നലെ അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ NRA ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ CET എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് അവർ തന്നെ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുള്ള ഒരു PDF ആണ്. ജസ്റ്റ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്കിപ്പോൾ ഈ നടക്കുന്ന ഈ പ്രോസസ്സ് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടത്തുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഒരു ആസ്പിറൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആക്കുക എന്നുള്ളൊരു ടാർഗറ്റോടുകൂടിയാണ് എന്തിരിക്കുന്നത് ഇവർ ഈ ഒരു പരിപാടി തുടങ്ങുന്നത്. നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി CET എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അതായത് ഇപ്പോൾ പല പല ഏജൻസീസ് നടത്തുന്ന പല പല പരീക്ഷകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ കുട്ടിയും അപ്പിയർ ചെയ്യുന്നുണ്ട് അല്ലേ. ബാങ്ക് എഴുതുന്നവൻ ബാങ്കിൻ്റെ പ്രിലിംസ് എഴുതണം, ബാങ്കിൻ്റെ മെയിൻസ് എഴുതണം. അതിൽ SBIക്ക് വേറെ ബാങ്കുകൾക്ക് വേറെ. SSC നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് CGL CHSL ഉണ്ട്, അത് അതുപോലെയൊക്കെ തന്നെ അങ്ങ് നിൽക്കുന്നുണ്ട്. RRBയെ സംബന്ധിച്ചിടത്തോളം NTPC ഗ്രൂപ്പ് ഡി അങ്ങനെ എന്തുണ്ട്, വേറെ ഉണ്ട്. ഇതല്ലാതെ ഇഷ്ടം പോലെ വേറെയും കുറേ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളുടെ പല പല ജോലികൾക്ക് പല പല പരീക്ഷകളാണ് നമ്മൾ എഴുതാറുള്ളത്. ESIC നടക്കാറുണ്ട്, FCI നടക്കാറുണ്ട്. അങ്ങനെ പല പല പരീക്ഷകൾ, പല പല പ്രിലിംസുകൾ എന്ന് പറയുന്ന പരിപാടി എന്ത് ചെയ്യുകയാണ്, എടുത്തു കളയുകയാണ് ഈ NRA CETയിലൂടെ ചെയ്യുന്നത്. അത് അവർ പറയുന്നത് തന്നെയാണ്, കാൻഡിഡേറ്റ്സ് പേ റിപ്പറ്റേറ്റീവ് ഫീസ്, ട്രാവൽ ഗ്രേഡ് ഡിസ്റ്റൻസ് ടു റിക്രൂട്ട്മെന്റ് സെന്റേഴ്സ് സെവറൽ ടൈംസ് ഇയർ. ഓരോ വർഷം ഒരുപാട് പരീക്ഷകൾ എഴുതേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരീക്ഷ, അതായത് ടയർ 1 എക്സാം നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇനി ഓരോരുത്തരുടെയും ഓരോരോ ഏജൻസികളുടെയും ഓരോരോ സംഭവങ്ങളുടെയും, RRBയുടെ വേറെ, ബാങ്കിൻ്റെ വേറെ, SSCയുടെ വേറെ, ESICയുടെ വേറെ, FCയുടെ വേറെ എന്ന് പറഞ്ഞ് എഴുതേണ്ട. ഒരു പ്രിലിംസ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എഴുതിയാൽ മതി. ആ ഒരൊറ്റ പ്രിലിംസ് നിങ്ങൾ എഴുതുന്നു, ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ പരീക്ഷ ഗ്രാജുവേറ്റിന് വേറെ, ഹയർ സെക്കൻഡറിക്ക് വേറെ, മെട്രിക്കുലേറ്റ് 10th പാസിന് വേറെ എന്നുള്ള രീതിയിൽ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടാവും. അത് എല്ലാ നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ CETയുടെ എലിജിബിലിറ്റി വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, മുകളിലോട്ട് ഹയർ ചെയ്യുക. അപ്പോൾ ഈ CET എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു പുതിയൊരു വലിയൊരു സാധനം വരില്ല. പുതിയൊരു സാധനം തന്നെയാണ്, വലുതും തന്നെയാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എൻറ്റയർലി ഇപ്പോഴുള്ള സിസ്റ്റത്തെ ഷാറ്റർ ചെയ്യുന്ന, ഇപ്പോഴുള്ള സിസ്റ്റത്തെ തകർക്കുന്ന ഒന്നുമല്ല CET എന്ന് പറയുന്നത്. CET എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നിങ്ങളിങ്ങനെ പല പല ഏജൻസികളുടെ പല പല പ്രിലിംസ് എഴുതുന്നതിന് പകരം നിങ്ങൾ ഒരൊറ്റ പ്രിലിംസ് എഴുതിയാൽ മതി. ആ പ്രിലിംസിൽ നിങ്ങൾ പറയുന്ന സ്കോർ, അല്ലെങ്കിൽ അവർ പറയുന്ന സ്കോർ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻസ് നമുക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. SBI POയുടെ ഒരു പോസ്റ്റ്, ഒരു എക്സാം അവർ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും CET എന്ന് പറയുന്ന പരീക്ഷയിൽ ഈ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിൽ നമുക്കിപ്പോൾ ഒരു 100-ലാണെന്ന് അസ്യൂം ചെയ്യാം. 100-ൽ 70 മാർക്കിൽ കൂടുതലുള്ളവർ അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CETയിൽ 70-ൽ കൂടുതൽ കിട്ടിയവൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ SBIയുടെ മെയിൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനവന് എഴുതാൻ പറ്റും. റെയിൽവേ വിളിക്കുകയാണ്, ഇതേ കാര്യം തന്നെ പറയുന്നത്. റെയിൽവേ പറയുന്നത് 60-ൽ കൂടുതൽ CET സ്കോർ ഉള്ളവർ എന്ത് ചെയ്തോളൂ, നിങ്ങൾ റെയിൽവേയുടെ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തോളൂ, ഈ പരിപാടിക്ക് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എങ്ങോട്ട് ചെല്ലും, ആ റെയിൽവേയിൽ 60 മാർക്കിന് കൂടുതലുള്ളവർക്ക്, അല്ലെങ്കിൽ സ്കോർ കൂടുതലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ, SSC, റെയിൽവേ, RRB, അതുപോലെ തന്നെ IBPS നടത്തിയിട്ടുള്ള എല്ലാ നോൺ ടെക്നിക്കൽ പോസ്റ്റുകളുടെയും ടയർ 1 പരീക്ഷ, പ്രിലിംസ് പരീക്ഷ എന്ത് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും, CET വെച്ച്, കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് CET ആണ് എന്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കുള്ള ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് കരിക്കുലം ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലബസ് സ്റ്റാൻഡേർഡ്, ആ ഒരു നമ്മൾ ഇത്രയും കാലമുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ഒഫീഷ്യലി കിട്ടാതെ. ഇപ്പോൾ നമുക്ക് പല അസംഷൻസും പറയാമെന്നല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു നിഗമനമാണ്, എത്രത്തോളം ശരിയായിരിക്കും തെറ്റായിരിക്കും എന്ന് എനിക്കറിയില്ല, SSCയുടെ സിലബസ് തന്നെ ആവാനാണ് സാധ്യത. അതായത് ഒരു CGLൻ്റെ അല്ലെങ്കിൽ CHSLൻ്റെ ഒക്കെ അതേ സിലബസ് തന്നെയായിരിക്കും. GKയും മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഈ CET സ്കോറിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടയർ 2, ടയർ 3 എക്സാംസ് ആ എന്താ പറയുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നടത്തുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും, നിങ്ങൾക്കത് എഴുതാൻ പറ്റും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഈ CET സ്കോറിന് വാലിഡിറ്റി ഉണ്ട്. അതായത് ഈ പരീക്ഷ, ഒരു CETയിൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സ്കോർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്കോറിന് 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഈവൺ ഇഫ് ആദ്യത്തെ വർഷം നിങ്ങൾ എഴുതി, നിങ്ങൾക്ക് 75 മാർക്ക് CETയിൽ കിട്ടി, രണ്ടാമത്തെ വർഷം എഴുതിയപ്പോൾ 70 കിട്ടിയുള്ളൂ എങ്കിലും ഈ 75 കൺസിഡർ ചെയ്യുക. ഇത് പറഞ്ഞിരിക്കുന്നുണ്ടോ, ദ ബെസ്റ്റ് അവൈലബിൾ സ്കോർ ഡ്യൂറിങ് 3 years വിൽ ബി ദ കറന്റ് സ്കോർ. ആ 3 വർഷത്തിൽ ഏതിലാണോ നിങ്ങൾ കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ ആദ്യത്തെ വർഷം എഴുതി 60 കിട്ടിയവൻ രണ്ടാമത്തെ വർഷം എഴുതി
70 എടുത്തു കഴിഞ്ഞാൽ ആ 70 പിന്നെ എടുക്കുക. ബെസ്റ്റ് സ്കോർ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പർ ഏജ് ലിമിറ്റ് എത്തുന്നവർ എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ പറ്റും. പിന്നെ SC ST OBC ഫിസിക്കലി ഡിസേബിൾഡ് ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സെലക്ഷൻ പ്രോസസ്സിൻ്റെ ടൈം ഡ്രാസ്റ്റിക് ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമിൽ നിന്നും ഇല്ലാതാവുകയാണ്. അങ്ങനെ ഇല്ലാതാവുമ്പോൾ അത് ഭയങ്കരമായിട്ട് സമയം ലാഭിച്ചു തരാം, നമുക്ക് ഭയങ്കരമായിട്ട് സമയം ലാഭിച്ചു തരും. പിന്നെ ഓരോരോ സ്ഥലത്തേക്ക് ഓരോരുത്തർക്ക് ഓരോരോ എലിജിബിലിറ്റി ഓരോരോ കാര്യങ്ങൾ അതെല്ലാം പോയി ഒരു കോമൺ എലിജിബിലിറ്റി ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. ഏകദേശം 1000 സെൻറ്ററുകളിൽ ഒരു വർഷത്തിൽ 2 തവണ എന്നുള്ള രീതിയിൽ നടത്താനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാം, അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതാൻ പറ്റും. പിന്നെ ഈ CET സ്കോഴ്സ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, UTS, PSU, പ്രൈവറ്റ് സെക്ടറിലൊക്കെ വരുന്നു പറയുന്നുണ്ട്. അത് അത്തരം ഓർഗനൈസേഷൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒരു ക്രൈറ്റീരിയ കിട്ടുകയാണ്. CET സ്കോർ നല്ലതാണെന്ന് പറഞ്ഞാൽ ഓക്കെ പയ്യൻ കൊള്ളാം അല്ലെങ്കിൽ ആ പെൺകുട്ടി കൊള്ളാം എന്നുള്ളൊരു സാധനം മെഷർ ചെയ്യാനുള്ളൊരു സാധനമാണ് ഇതിലൂടെ വരാൻ പോകുന്നത്, ഈ CETയിലൂടെ വരാൻ പോകുന്നത്. മാത്രമല്ല ഇതാ ഞാൻ പറഞ്ഞത്, ഇനീഷ്യലി ഇത് NRI ടു കണ്ടക്ട് CET ട്വൈസ് ഇയർ, ഒരു വർഷത്തിൽ 2 വട്ടം ചെയ്യുന്നു. ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ പരിപാടികൾ തന്നെ. മീഡിയം ഓഫ് റൈറ്റിംഗ് വിൽ ബി എ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, ഓൺലൈനാണ്. ഏകദേശം 12ഓളം ഭാഷകളുണ്ടെന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഴുതുന്ന പരീക്ഷകൾ, ഇപ്പോൾ നമുക്കറിയാം RRB വിളിച്ചു ഇല്ലെങ്കിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ 100 ഒഴിവുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം പേര് എഴുതും അല്ലേ, അത് ആ 10 ലക്ഷത്തിൻ്റെ 5% മാറ്റാൻ ഇതിലൂടെ കഴിയുമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലൂടെ ഇവരുദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കെന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് വളരെ നല്ലൊരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ 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 നല്ലൊരു മൂവായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ നല്ലൊരു CET സ്കോർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ആ നല്ല CET സ്കോർ ഇപ്പോൾ നമുക്കൊരു എടുത്തു കഴിഞ്ഞാൽ അതിന് 3 വർഷത്തെ വാലിഡിറ്റിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രയോ ആളുകൾ ഫസ്റ്റത്തെ CGL ഇൻ്റർവ്യൂ വരെയൊക്കെ എത്തും, എന്നിട്ട് രണ്ടാമത്തെ വട്ടം പ്രിലിംസിന് പോകുന്നവരുണ്ട്. UPSCയിൽ ഇത് സംഭവിക്കുന്നവരുണ്ട്. ആദ്യത്തെ വട്ടം ഇൻ്റർവ്യൂ വരെയൊക്കെ എത്തിയവനായിരിക്കും ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം പ്രിലിംസ് പോലും ക്വാളിഫൈ ആവില്ല. അപ്പോൾ ആ ഒരു ഇതിന്ന് മാറിയിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 3 വർഷത്തെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇതിൽ വളരെ 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 ഒരു കിടിലൻ കാര്യമാണ്. നല്ലൊരു സ്കോർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 വർഷത്തേക്ക് ഇവൻ ഈ പ്രിലിംസിനെ പറ്റി ബോധേഡാവണ്ട. ഇവൻ എന്ത് ചെയ്താൽ മതി, ഇവന് മെയിൻസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇവൻ എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ പിന്നെ ഈ ഓരോന്നിനും അപ്ലൈ ചെയ്യാനുള്ള ഫീസ് അത് നമുക്ക് എത്ര പേർക്ക് അത് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനൊക്കെ അത് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അത് അറിയാവുന്നതാണ്. ഓരോ പരീക്ഷയ്ക്കും നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള കാശ് ഒപ്പിക്കുക എന്ന് പറയുന്നത് ബാങ്കൊക്കെ ഏകദേശം 700-800 രൂപയാണ് ഓരോ പരീക്ഷയ്ക്കും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴുത്തറപ്പൻ കൊള്ളയാണ്. അതിലൊക്കെ കൈവയ്ക്കുന്നുണ്ട് എന്തെന്ന് പറയുന്നത് ഈ NRI എന്ന് പറയുന്നത്. അതെല്ലാം അങ്ങ് നിൽക്കാൻ പോയി. ഞാൻ പ്രിലിംസിനില്ല, മെയിൻസിന് ഒരു പക്ഷേ ഇവർ വീണ്ടും വാങ്ങിച്ചേക്കാം. പക്ഷെ അപ്പോഴും പേ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഈ പറഞ്ഞതുപോലെ 5% വരുന്നുള്ളൂ. അത് അത്രയും സീരിയസ് ആയിട്ട് അങ്ങോട്ട് എത്തുന്നവരെ വരുന്നുള്ളൂ. നമുക്ക് അതിലോട്ട് കയറി പോകണമെന്നാണെങ്കിൽ നമ്മളത് അടച്ചു പോകണം. പക്ഷെ നമ്മൾ അതിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പണിയെടുക്കണം, അത്രയും കഷ്ടപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൂട്ടാനും അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നന്നായി പണിയെടുക്കാനും എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇതിൽ നെഗറ്റീവുകൾ ഉണ്ടാവുമായിരിക്കാം. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ഒരു ആദ്യത്തെ ഒരു ഇംപ്രഷനിലായിരിക്കും ഞാനിത് പറയുന്നുണ്ടാവുക. ഞാൻ തന്നെ പിന്നീട് എൻ്റെ അഭിപ്രായം മാറ്റിയേക്കാം. ഞാൻ ഇപ്പോഴേ ആ കണ്ടീഷൻ സപ്ലൈ ക്ലോസറ്റ് പറയുകയാണ്. ഇപ്പോൾ കേട്ടിടത്തോളം എനിക്കിതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഈ വായിച്ച് മനസ്സിലാക്കിയൊരു അറിവ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ CET എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പലരുടെയും സംശയം, ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ RRB NTPCയും RRB ഗ്രൂപ്പ് ഡിക്ക് ഇനി CET ഉള്ളിലോട്ട് പോകുക എന്നുള്ളതാണ്. ഇല്ല, ഓൾറെഡി വിളിച്ച് അപ്ലിക്കേഷൻ ആയത് അവർ തന്നെ നടത്തണം. നിങ്ങളൊന്നും പേടിക്കേണ്ട, അതൊരിക്കലും എങ്ങോട്ട് പോകാൻ പോകുന്നില്ല, അത് CET കൊണ്ടുപോകാൻ പോകുന്നില്ല. അത് RRB NTPC RRB ഗ്രൂപ്പ് ഡിയും ഓൾറെഡി ആപ്ലിക്കേഷൻ വിളിച്ച് എല്ലാം സെറ്റായ പരീക്ഷകളാണ്. അത് അങ്ങനെ തന്നെ നടക്കും. ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന പരീക്ഷകൾക്കാണ് ഏത് ബാധകമാകാൻ പോകുന്നത്, ഈ CETയും ഈ NRIയും എല്ലാം ബാധകമാകാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് കാണാം. പിന്നെ ഇത് പോസിറ്റീവ് അല്ലാത്തത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ആൻസർ എൻ്റെ കയ്യിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര നല്ലൊരു ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്ന ഹാർഡ്കോറായിട്ട് ബാങ്കിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇതുവരെ GK പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി എന്നൊന്നും പറയുന്നവർ തിരിഞ്ഞു നോക്കണ്ട. എക്കണോമിക്സ് പിന്നെയും എന്തെങ്കിലും അറിയണം, ബാങ്കിങ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബാക്കി ഇതൊന്നും ഇവർ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ സിലബസ് ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനുമാനം വെച്ച് പറയുകയാണ്, GK ഒഴിവാക്കിക്കൊണ്ടൊരു സിലബസ്
CETക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ബാങ്കിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന GK നിങ്ങൾ പഠിക്കേണ്ടി വരും. ബാക്കി നിങ്ങൾ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, RRBക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, RRBക്ക് ഒരു പക്ഷേ പ്രിലിംസിലൂടെ ഇംഗ്ലീഷ് കൂടി പഠിക്കേണ്ടി വന്നേക്കാം. ഇപ്പോഴത്തെ ഒരു സിലബസ് വെച്ച് ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് ബാക്കി വേറൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. SSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എന്ത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ പോസിറ്റീവായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ് ആയിട്ട് ഞാനിത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഇതിന് മുകളിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അത് അപ്പോൾ നമുക്ക് കാണാം. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഇത് നിങ്ങൾക്ക് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് NRA അല്ലെങ്കിൽ ഈ ഒരു CET നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്നത് നമുക്കും പറയാം. ബാക്കിയുള്ള ഒരു ഡിസ്കഷൻ ബാക്കിയുള്ളവരും അത് സംസാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നമുക്കൊരു ക്ലാരിറ്റി വരുത്താം. എന്തായാലും ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഒഫീഷ്യലി സിലബസ് എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനിയും വരാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കിട്ടിയേക്കുന്നത്. എന്തായാലും ഇനി ഡീറ്റെയിൽസ് കുറച്ചുകൂടിയൊക്കെ വരട്ടെ, സിലബസ് ഒക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിലൂടെ ഒന്ന് അറിയിക്കുക. എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മെജോറിറ്റിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ഞാനിതൊരു ആരോടും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് എന്താണോ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളോട്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യും. ഒരു പക്ഷേ അപ്പോൾ എനിക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കിട്ടിയേക്കാം. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷനിൽ ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് ദിസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു സ്കീം പണ്ടേ വരേണ്ടതായിരുന്നു എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. CET അല്ലെങ്കിൽ NRA കൊണ്ടുവരുന്ന CET എന്ന് പറയുന്നത് വലിയൊരു സംഭവമാവട്ടെ. നിങ്ങളിൽ പലരുടെയും സ്വപ്നം പൂവണിയിക്കാൻ പോകുന്നു, നിങ്ങൾ പലരുടെയും ആഗ്രഹങ്ങൾ നടത്തി തരാൻ പോകുന്ന ഈ CETയും ഈ NRAയും ചേർന്നാവട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.